എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണ്. അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, വന്ദേ ഭാരതിലാണ്, ചെന്നൈയിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കണ്ടോ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലായിട്ട് ഒരു ട്രെയിനിൻ്റെ എഞ്ചിനും അതേപോലെ തന്നെ ഒരു ബോഗിയും ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഇതാണ് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട്ടിൽ ചെന്നൈ ആ റൂട്ടിലോട്ടൊക്കെ പോകുന്ന എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. നമ്മുടെ കേരളത്തിലോട്ടും ഇവിടുന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കണ്ണൂരോട്ട് പോകുന്ന KSR ബംഗളൂരു കണ്ണൂരു എക്സ്പ്രസ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അതാണ് നമ്മൾ ചുരുക്കി KSR ബംഗളൂരു എന്ന് വിളിക്കുന്നത്. എന്ത് വലിയ പേരാണല്ലേ. നമ്മളെ ട്രെയിൻ വരുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് അകത്തോട്ട് പോയിട്ട് അതൊക്കെ നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോകാം. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു പഴയ എഞ്ചിൻ്റെ ഒരു മോഡൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20663 വന്ദേ ഭാരത് എക്സ്പ്രസ് 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 7:40 വണ്ടി ഇവിടെ എത്തുന്നത്. വണ്ടി മൈസൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. അപ്പോൾ നമുക്കിനി 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് പോകാനുണ്ട്. നമുക്കിനി ആ ഭാഗത്തോട്ട് പോവാം. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ആദ്യം ഇന്ത്യൻ റെയിൽവേ കൊടുത്തിരുന്ന പേര് വന്ദേ ഭാരത് എന്നായിരുന്നില്ല, മറ്റൊരു പേരായിരുന്നു. അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത് 2019 2019 ഫെബ്രുവരി 15 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യത്തെ വന്ദേ ഭാരത് റൂട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വാരണാസിയിലോട്ടായിരുന്നു. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ മൊത്തത്തിൽ 9 പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്ക് 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. പിന്നെ ഈ വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏറ്റവും പ്രീമിയം ട്രെയിനാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഹൈ പ്രയോറിറ്റി ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന് മറ്റ് ട്രെയിനുകളൊക്കെ പിടിച്ചിട്ടിട്ടാണ് പല സ്ഥലത്തും ട്രെയിൻ വഴിയൊരുക്കുന്നതെന്നുള്ള പരാതികൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ പല ട്രെയിനുകളുടെയും സമയം തെറ്റുന്നുണ്ട്, ലേറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പരാതികളൊക്കെ നമ്മൾ കേട്ടിരുന്നു. Mysuru Chennai Vande Bharat Express from Mysuru to Chennai East shortly arriving to platform number 7. അപ്പോൾ നമ്മുടെ ട്രെയിൻ അനൗൺസ് ചെയ്തു. 7:30 ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടാവും. ഒരു 5 മിനിറ്റിനുള്ളിൽ വരേണ്ടതാണ്. അതാ നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഓറഞ്ച് ബ്ലാക്ക് പാറ്റേൺ ആണെന്ന്. ആ പാറ്റേൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ സന്തോഷം ഒന്നുകൂടി ഇരട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ല സന്തോഷം എന്ന് വെച്ചാൽ നല്ല സന്തോഷമുണ്ട്. നമുക്ക് ഇനി ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് ഫുഡും എല്ലാം ട്രെയിനിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. C5 ആണ് എൻ്റെ കോച്ച് വരുന്നത്. ഇവിടെ കോച്ച് പൊസിഷനൊന്നും ഞാൻ എവിടെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എവിടെയാണെന്ന് അറിയില്ല. ഞാനൊരു സെൻട്രലിലാണ് നിന്നതാണ്. അതാദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ ഇതാ കോച്ചൊക്കെ കണ്ടുപിടിച്ചു. നേരെ അകത്തോട്ട് കയറി. ആളുകളൊക്കെ കയറിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെയാണ്. നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കാം. ഞാൻ കയറിയിരുന്നു. സൈഡ് സീറ്റ് അല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കയറി ഒന്ന് സെറ്റിലായിട്ടേ ഉള്ളൂ. ഇനി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇതാ നമ്മൾ അകത്തോട്ട് കയറി വരുമ്പം തന്നെ നമ്മുടെ സീറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടാവും. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് റെയിൽവേ തരുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിൽ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഇതെങ്ങനെയാണ്. ഇത് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മുകളിൽ റീഡിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതാ 1 മിനിറ്റ് പോലും ലേറ്റ് ആവാതെ കൃത്യസമയത്ത് തന്നെ നമ്മളെ ട്രെയിൻ KSR ബംഗളൂരുവിൽ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഉച്ചയാവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെന്നൈയിലോട്ട് എത്തും. അതുകൊണ്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ, നോക്കാം. പിന്നെ ഇതാ ഇതിൽ ബോട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള ഹോൾഡർ താഴെ സീറ്റിന് താഴെയായിട്ടാണ് കൊടുത്തത്. പിന്നെ നല്ല കംഫർട്ടായിട്ട് ഒരു ഫുഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ മാഗസീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പുഷ് ബാക്ക് വരുന്നതാ ഈ ഒരു സീറ്റിന്റെ ഈ സൈഡിലുള്ള ബട്ടണാണ്. ആ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പുഷ് ബാക്ക് ചെയ്യേണ്ടത്. അപ്പം എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് നല്ലൊരു പ്രീമിയം ട്രെയിൻ തന്നെയാണ് വന്ദേ ഭാരത്. പിന്നെ നമുക്ക് ഓവറായിട്ട് വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് ഇവിടെ ഇതിങ്ങനെ താഴ്ത്തി വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ വെയിലൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് വീണ്ടും പൊക്കി വെക്കാം. അതിനുള്ള സൗകര്യവും ഈ ഒരു ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സെറ്റപ്പുകളൊക്കെ. നമുക്കിനി ഫുഡൊക്കെ വരാനുണ്ട്. അടിപൊളി ഒരു യാത്രയായിരിക്കും. നമുക്ക് ചെന്നൈ വരെ നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി ഇതൊരു പ്രീമിയം ട്രെയിൻ അല്ലേ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ട്രെയിനിൻ്റെ ബാത്റൂമാണ്. പൊതുവേ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് അതിൻ്റെ ബാത്റൂമായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെയാണ് ഏത് ട്രെയിൻ ആണെങ്കിലും ബാത്റൂം ഒരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ. അപ്പോൾ ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ്. ഇതിനായിട്ട് ടിഷ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഫില്ല് ചെയ്തൊരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് ലിക്വിഡ് ഒഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിൽ ഒഴിച്ചു വെക്കാതെ അവർ പകരം പുറത്താണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ മുകളിലായിട്ട് ഒരു എയർ ഫ്രഷ്നർ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് സ്മോക്ക് ഡിറ്റക്ടറൊക്കെ ഉള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് പുകവലിക്കാൻ നിൽക്കരുത്. പിന്നെ ഇവിടെ ഇതാ നമ്മൾ വാഷ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നല്ല ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കുഞ്ഞ് ബാത്റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇവർ സൂക്ഷിക്കുന്നത്. ചൂടൊന്നും പോവാതെ അവിടെ സൂക്ഷിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇനി നമ്മുടെ സീറ്റിലോട്ട് പോവാം. ഈ ഒരു ട്രെയിനിന് ബാംഗ്ലൂരിനും ചെന്നൈക്കും ഇടയിൽ 2 സ്റ്റോപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് കൃഷ്ണരാജപുരവും പിന്നെ ഒന്ന് കാട്ട്പാടി ജംഗ്ഷനും. കൃഷ്ണരാജപുരം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെർവ് ചെയ്ത് തുടങ്ങും. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുഡ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അതന്നെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ വേണ്ടതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ് സെലക്ട് ചെയ്തത്. പക്ഷേ രാവിലത്തെ ഭക്ഷണം മാത്രമേ ഇതിൽ കിട്ടുന്നുള്ളൂ. അപ്പം രാവിലെ നോൺ വെജിറ്റേറിയൻ എന്തായിരിക്കുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനാണ്. ഈ കണ്ടോൺമെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർമിയുടെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലാണ് അതിനോട് ചേർന്ന സ്റ്റേഷനെയാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയാം. Thank you for traveling on Vande Bharat Express. Please note passengers boarding from Bangalore, Krishnarajpuram, who have ordered food and traveling up to Katpadi and Chennai will be served morning tea and breakfast. For non-ordered passengers, food is available on payment basis depending on the availability. Any assistance regarding catering services, please contact onboard IRCTC official. For any other assistance, you may contact onboard train. അപ്പോൾ കേട്ടില്ലേ, കൃഷ്ണരാജപുരം കഴിഞ്ഞ ഉടനെ രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്കിപ്പോൾ സെർവ് ചെയ്യും. നമ്മൾ ആദ്യം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കാത്തവർക്ക് IRCTCയുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് വേണമെങ്കിലും വേണ്ടെങ്കിലും അവിടെ നമ്മളത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കോഫി കിറ്റ് വന്നു. അതിൽ ഒരു പാക്കറ്റ് കോഫി പൗഡർ, അതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൂടെ ഉണ്ട്. ഇനി ചൂടുവെള്ളം വരണം ആ കോഫി പൗഡർ കലക്കാൻ വേണ്ടിയിട്ട്. ആ പൗഡർ തിളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട്. ഇതാ നമ്മുടെ TT വരുന്നുണ്ട്. വന്ദേ ഭാരതിലെ TTമാരുടെ യൂണിഫോം കണ്ടോ, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കോഫി പൗഡർ പൊട്ടിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കോഫി റെഡിയാണ്. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പാക്കറ്റിലുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണല്ലോ. അപ്പം വേറെ പാലോ പഞ്ചസാരയോ ഒന്നും വേണ്ട. ജസ്റ്റ് അത് പൊട്ടിക്കുക, ഈ ഒരു ഗ്ലാസ്സിലോട്ട് ചൂടുവെള്ളത്തിലോട്ട് ഇടുക, എന്നിട്ട് നമുക്കങ്ങ് കുടിക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി ഈ ഒരു കോഫിയും ആ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കാം. അപ്പോൾ ഒരു യുനീബിക്കിൻ്റെ ബിസ്ക്കറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് ഈ ഒരു കോഫി കുടിക്കാം. ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തും. അപ്പോൾ അതിൻ്റെ കൂടെ അതുകൂടെ കഴിക്കാനുണ്ട്. പറഞ്ഞ് തീർന്നില്ല. ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഞാൻ നോൺ വെജ് ആണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് രാവിലെ ഇപ്പോൾ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു അമൂലിൻ്റെ ബട്ടർ ഉണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ കിച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരിക്കണം. അതൊക്കെ ആയിരിക്കും. കാരണം നോൺ വെജ് ഓപ്ഷൻസ് കുറവാണ്. രാവിലത്തെ ഭക്ഷണം മാത്രം ആയതുകൊണ്ട് നോൺ വെജ് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇത് ഒരു പെപ്പർ പൗഡറാണ്. അപ്പം ഓംലേറ്റ് ഉണ്ടാവണം. അതങ്ങനെ എന്തൊക്കെയാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഇതെല്ലാം കൂടെ പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതാ 2 ചിക്കൻ കട്ട്ലറ്റോ റോളോ എന്തോ ഒന്നുണ്ട്. പിന്നെ ഓംലേറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ബ്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ജാമോ അല്ലെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ തേച്ച് കഴിക്കാം. ഇതൊക്കെയാണുള്ളത്. നമുക്ക് ആദ്യം ഈ കട്ട്ലറ്റ് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്.
പിന്നെ ഞാൻ ആ ജാമും ബട്ടറും കൂടെ നമ്മുടെ ബ്രെഡിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൂടി കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഓംലേറ്റും കൂടിയാണ് ബാക്കിയുള്ളത്, അതുകൂടി ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ഭക്ഷണം മൊത്തം കഴിച്ചു കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മുഴുവൻ കഴിച്ചു. നേരത്തെ നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റില്ലേ നോക്കിയത്, ഇനി നമുക്ക് പോയിട്ട് ഇതിൽ വെസ്റ്റേൺ സ്റ്റൈലുള്ള ടോയ്ലറ്റും കൂടി എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് തരാം. എങ്ങനെ ഉണ്ട് അതിൻ്റെ അകന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകം വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഇതിലും ഫ്ലഷും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പൈപ്പും പിന്നെ അടിയിൽ മഗ്ഗും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇതിലും ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതിലെ ബാത്റൂമൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ട്രെയിനിലുള്ള എക്സിക്യൂട്ടീവ് ക്ലാസ് ഒന്ന് കാണാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ട്രെയിനിലെ എക്സിക്യൂട്ടീവ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ 2x2 ആണ് വരുന്നത്, നമ്മുടേത് 3x3 ആണ്. അങ്ങനെ തിരിച്ച് ഞാനിവിടെ സീറ്റിൽ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു കേക്ക് കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ ട്രെയിനും ഇപ്പോൾ പോകുന്നത് 108 km/h. പക്ഷെ അകത്തിരിക്കുമ്പോൾ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല, പുറത്തോട്ട് നോക്കുമ്പോഴും മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ആദ്യത്തെ വന്ദേ ഭാരത് വന്നത് 2019 ഡൽഹി വാരണാസി റൂട്ടിലാണെന്നൊക്കെ. അതേ വർഷം തന്നെ മറ്റൊരു റൂട്ട് കൂടെ ഇന്ത്യ റെയിൽവേ വന്ദേ ഭാരത് കൊടുത്തു. അതായിരുന്നു ഡൽഹിയിൽ നിന്ന് ജമ്മു കാശ്മീരുള്ള വൈഷ്ണോദേവി കത്ര വരെ. ഈ 2 ട്രെയിനുകളാണ് ആ വർഷം വന്നത്. പിന്നെ 2020 2021 ഒന്നും പുതിയ വന്ദേ ഭാരത് റൂട്ടുകൾ റെയിൽവേ പ്രഖ്യാപിച്ചില്ല. എന്തൊക്കെയോ കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2022 രാജ്യത്ത് പല ഭാഗങ്ങളിലേക്കും വന്ദേ ഭാരതൊക്കെ വന്നു തുടങ്ങിയത്. ഇതാ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാട്ട്പാടി ജംഗ്ഷനിലാണ്. ബാംഗ്ലൂരിനും ചെന്നൈക്കും ഇടയിൽ ഈ ഒരു സ്റ്റേഷൻ കൂടി ഇനിയുള്ളൂ. അടുത്തത് ചെന്നൈയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാംഗ്ലൂർ ചെന്നൈ റൂട്ടിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 നവംബർ 11 മുതലാണ്. അതായത് 2022 ഇന്ത്യയിൽ പല ടൗണുകളിലേക്കും വന്ദേ ഭാരത് കൊടുത്തത്. ഇപ്പം കണ്ടോ, നമ്മളെ ട്രെയിൻ ഓൾമോസ്റ്റ് 130 കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. 131 വരെയൊക്കെ സ്പീഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയേ, എന്തെങ്കിലും ഒന്ന് അറിയുന്നുണ്ടോയെന്ന്. അതാണ് ഈ ഒരു വന്ദേ ഭാരതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അത്രയും കംഫർട്ട് യാത്രയാണ്. അത് നമുക്ക് യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ നോർമലി യാത്ര ചെയ്ത ട്രെയിനുകളിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള പുതിയ പുതിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടി പറ്റട്ടല്ലേ. കാട്ട്പാടി വിട്ടതിന് ശേഷം ഓൾമോസ്റ്റ് ഇപ്പം കുറേ ദൂരമായി. നമ്മൾ 130 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും വേഗതയും ഒക്കെയുള്ള ട്രെയിനുകൾ നമ്മുടെ രാജ്യത്തിന് എത്ര ആവശ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോഴും 130 പോകുന്ന ട്രെയിനുകളിലാണ് നമ്മുടെ രാജ്യത്ത് സഞ്ചരിക്കുന്നത്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ ഓൾറെഡി 410-420 കിലോമീറ്ററിലൊക്കെ പോകുന്ന ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. 1960 മുതൽക്കൊക്കെയാണ് ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടി തുടങ്ങിയത്. നമ്മളിവിടെ 2025 ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മാറ്റാണല്ലേ. ശരിക്കും നമ്മുടെ രാജ്യത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. ഇപ്പം കുറേ കാലമായിട്ട് നമ്മളെ രാജ്യവും കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ട്രെയിനുകൾ നമുക്ക് വന്നു. ഇനിയിപ്പം വന്ദേ സ്ലീപ്പറുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു സൂചനയാണ്. പക്ഷേ നമ്മളെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് കൂടെയാണ് വികസനം എന്ന് പറയുന്നത്. മറ്റേതൊരു രാജ്യത്തെ വെച്ച് നോക്കുമ്പോഴും അത്ര പെട്ടെന്നൊന്നും നമുക്ക് നടക്കില്ല. എന്തായാലും നല്ല വേഗതയും സൗകര്യങ്ങളൊക്കെ ഉള്ള ട്രെയിനുകളൊക്കെ നമുക്കും കിട്ടട്ടെ. ഇപ്പം കേരളത്തിലൊക്കെ ഹൈ സ്പീഡ് ട്രെയിനൊക്കെ എത്ര ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയും യാത്രയായിട്ട് ബന്ധപ്പെട്ട ഓരോ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ്. അപ്പം നമുക്കും വേഗതയുള്ള ട്രെയിനുകളും സൗകര്യങ്ങളോട് കൂടിയ ട്രെയിനുകളൊക്കെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മളെ പോലത്തെ ഒരു രാജ്യത്ത്, കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് യാത്ര എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിന് നല്ല സൗകര്യത്തോടു കൂടി വളരെ വേഗത്തിലെത്തുന്ന നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉള്ള ട്രെയിനുകളൊക്കെ ഒരുപാട് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെന്നൈയിൽ എത്താൻ വേണ്ടിയിട്ടായി. നിങ്ങളിപ്പോൾ കണ്ടതൊക്കെ ചെന്നൈയിൽ കൂടി ഓടുന്ന സബർബൻ ട്രെയിനുകളും ലോക്കൽ ട്രെയിനുകളൊക്കെയാണ്. നമ്മളെ രാജ്യത്ത് ചെന്നൈക്കും മുംബൈക്കും ഒക്കെയുള്ള പ്രത്യേകതയാണ്,
ഇഷ്ടം പോലെ സബർബൻ ട്രെയിനുകളും ലോക്കൽ ട്രെയിനുകളും ഉണ്ട്. ചെന്നൈയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിനുകളുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട, 3-4 മിനിറ്റ് കൂടുമ്പം ചെന്നൈയിൽ ഏത് ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനുകളുണ്ട്. അത്രയും വലിയൊരു നെറ്റ്വർക്ക് ട്രെയിനിൻ്റെ കാര്യത്തിൽ ചെന്നൈയിലുണ്ട്. അതിലേറ്റവും വലിയ ഒന്നാണ് ഈ ചെന്നൈയിൽ നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള സബർബൻ ട്രെയിനുകൾ. അതുപോലെ തന്നെ ചെന്നൈൻ്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ലോക്കൽ ട്രെയിനുകൾ. ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചെന്നൈയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളത് എന്ത് വെച്ച് മനസ്സിലാക്കണം എന്നറിയോ? ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ഒരു ട്രാഫിക്, നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എന്ന് നിങ്ങൾ ആ ഒരു ഫുഡ് വ്ലോഗിൽ കണ്ടതല്ലേ? അത് വെച്ചിട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ചെന്നൈയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും നമുക്ക് ഈ സബർബൻ ട്രെയിനുകൾ വഴിയും അതുപോലെ ലോക്കൽ ട്രെയിനുകൾ വഴിയും ഏകദേശം എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി പറ്റും. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലാണ് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഷേപ്പും അതിന് പറ്റിയതല്ല. പിന്നെ കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, ഉയർന്ന ജനസാന്ദ്രത കൂടെ ഉണ്ടല്ലോ. എങ്കിലും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും വരട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ചെന്നൈയിൽ എത്തിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ തമിഴ്നാട് താലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. നമുക്ക് അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് തമിഴ്നാട് താലി എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാനുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ചെന്നൈയിൽ എത്താൻ വേണ്ടിയിട്ടായി, ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഈ ഒരു ട്രാക്കിന് അപ്പുറത്തായിട്ട് കാണുന്ന ട്രാക്കുകളില്ലേ, അതാണ് സബർബൻ ട്രെയിനുകളുടെയും ലോക്കൽ ട്രെയിനുകളുടെയും ഒക്കെ ട്രാക്കാണ് കേട്ടോ. അത് ഇതിനോട് ചേർന്നിട്ടല്ല. അതുവഴി കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ഈ സബർബൻ ട്രെയിനുകളും ലോക്കൽ ട്രെയിനുകളുമാണ്. ഈ ട്രാക്കുമായിട്ട് അതിന് ബന്ധമില്ല, അതുകൊണ്ടാണ് അത് വേറെ തന്നെ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ട്രെയിൻ വരുമ്പം കണ്ടാൽ മനസ്സിലാവും, ഈ സബർബൻ ട്രെയിനുകളും ലോക്കൽ ട്രെയിനുകളൊക്കെ ആ 2 ട്രാക്കിലൂടെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നൈ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ചെന്നൈയിലോട്ട് ഏകദേശം എത്താറായി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. നമ്മളെ ട്രെയിനും കറക്റ്റ് സമയം പാലിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ട്രെയിനിൽ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന ചെയർ കാറും പിന്നെ എക്സിക്യൂട്ടീവ് ചെയർ കാറുമാണ് ഉള്ളത്. നോർമൽ ചെയർ കാറാണ് നിങ്ങൾ ബാംഗ്ലൂർ ടു ചെന്നൈ പോകുന്നതെങ്കിൽ ഒരാൾക്ക് 995 രൂപയാണ് വരുന്നത്. അല്ല നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെയർ കാറിലാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് 1885 രൂപ വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് IRCTCയുടെ സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നോർമലി ബുക്ക് ചെയ്യുന്നത് പോലെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര തിരക്കൊന്നുമുള്ള ട്രെയിൻ അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെയാണ് എല്ലാ ദിവസവും പോകുന്നത്. നമുക്ക് 1-2 ആഴ്ച മുന്നേ ഒക്കെ ടിക്കറ്റ് അവൈലബിലിറ്റി കിട്ടും. നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിനുകളില്ലേ, ഇത് 180 km/h സ്പീഡ് വരെ എടുക്കാൻ പറ്റുന്ന ട്രെയിനുകളാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ട്രാക്കുകൾക്ക്, നിലവിലുള്ള ട്രാക്കുകൾക്ക് അത്രയും സ്പീഡുള്ള ട്രെയിനുകളെ വഹിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഇപ്പം നിലവിൽ 160 ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ട്രെയിനുകൾ. അപ്പം 160 ഇപ്പം ഈ ട്രെയിനുകളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ നിർമ്മിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്ന ചെന്നൈയിലുള്ള ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. എല്ലാ വന്ദേ ഭാരതുകളുടെയും റേക്കുകൾ എന്ന് പറയുന്നത് ഒരു ട്രെയിനിൽ ഉപയോഗിക്കുന്ന എല്ലാ ബോഗികളും ചേർത്തിട്ടാണ് ഒരു ട്രെയിനിൻ്റെ റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇത് ആവടി സ്റ്റേഷനിലോട്ട് എത്തി. ഇനിയിപ്പോൾ ചെന്നൈക്ക് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേഷനിൽ വേറെ ഏതൊരു ട്രെയിനും കൂടെ കിടക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അത് കണ്ടോ നിങ്ങൾ, ഓപ്പോസിറ്റ് ട്രാക്കിലൂടെ നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിൽ ഒരു സബർബൻ ട്രെയിൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അത് ആ ട്രെയിനുമായിട്ട് പാരലൽ റണ്ണിലാണ്. നല്ല ഭംഗിയില്ലേ? നമ്മളിപ്പോൾ അതിനെ കടത്തി വെട്ടിയിട്ട് പോകും. ഇതൊക്കെ ഇങ്ങനെ ചെന്നൈയിലൊക്കെ വന്നാൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ, ഒരേ ഡയറക്ഷനിൽ പോകുന്ന 2 ട്രെയിനുകൾ. അങ്ങനെ ഇതാ നമ്മൾ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്.
ഇവിടെ നിങ്ങൾ വലത്തുഭാഗത്തോട്ട് പോകുന്നത് കണ്ടോ, ഈ ഒരു സബർബൻ ട്രെയിനിൻ്റെയും ലോക്കൽ ട്രെയിനിൻ്റെ ഒക്കെ ട്രാക്ക് ഇനി ആ ഭാഗത്തോട്ട് പോവുകയാണ്. നമ്മുടെ മെയിൻ ട്രാക്ക് ഇതാ ഈ വഴി പോയിട്ട് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. വളരെ മനോഹരമായിട്ടുള്ള നല്ല കംഫർട്ടായിട്ട് ഒരു യാത്രയായിരുന്നു നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സബർബൻ ട്രാക്ക് കാണാം. അതുവഴി അവിടെയാണ് സബർബൻ്റെ ചെന്നൈയിലുള്ള ഹെഡ് ഓഫീസൊക്കെ വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് അതൊക്കെ കാണാനുണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. അങ്ങനെ നമ്മളിവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഥവാ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഒന്നുകൂടെ പറഞ്ഞാൽ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് ആ MGയുടെ ഫുൾ ഫോം അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് പറയാത്തത്. ആ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു വന്ദേ ഭാരത് കൂടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതായിരിക്കണം. അത് രണ്ട് കളറിലാണെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് പോകേണ്ടത് ഈ ഒരു ഭാഗത്തൂടെയാണ്. ഇനി പുറത്തെത്തിയിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ പറയുന്ന ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു ഡെഡ് എൻഡാണ്. ഇവിടെ വരെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളൂ. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പഴയകാല ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്റ്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഈ അകത്തുനിന്ന് ഇപ്പോൾ കാണുന്ന തിരക്കും കാര്യങ്ങളൊന്നും നോക്കണ്ട, പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ഭംഗിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രക്ചറുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഛത്രപതി ശിവജി ടെർമിനലൊക്കെ പോലെ തന്നെ. കണ്ടോ, പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എന്ത് വലിയ പേരല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് എന്ന്. കണ്ടോ, ഈ ഒരു റെഡ് കളറും എന്ത് ഭംഗിയാണല്ലേ. ഈ ഒരു ഭാഗത്തുനിന്നുള്ള വ്യൂ ഉണ്ടോ, നമ്മുടെ ദേശീയ പതാക അത് അവിടെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അതിന് പുറകിലായിട്ട് നമ്മുടെ MG രാമചന്ദ്രൻ റെയിൽവേ സ്റ്റേഷൻ കൂടെ ആവുമ്പം എന്ത് മനോഹരമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് കേട്ടോ. നമുക്കിനി ആ ഒരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ടി നഗറിലോട്ട് പോകണം. ടി നഗറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് പോകണം. സബർബൻ ട്രെയിന് ടി നഗറിലോട്ട് പോകുന്നില്ല. ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വേണം ടി നഗറിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെയുള്ളൊരു ലോക്കൽ സ്റ്റേഷനിലോട്ട് വന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടുന്ന് 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ട്രെയിൻ ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്കുള്ള ട്രെയിൻ വരുന്നത്. ഇത് കണ്ടോ, ഇവിടുന്ന് ടി നഗറിലോട്ട് 9 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഒരു 9 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 5 രൂപ മാത്രം മതി. ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് ഹോട്ടൽ സംഗീത എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും രുചികരമായിട്ടുള്ള തമിഴ്നാട് താലി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന റെസ്റ്റോറൻ്റാണിത്. നമ്മൾ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരൊക്കെ പറഞ്ഞു തന്നൊരു കട കൂടെയാണ് ഈ പറയുന്ന സംഗീത എന്ന് പറയുന്ന ഹോട്ടൽ. നമുക്കിവിടെ നേരെ അകത്തോട്ട് കയറിയിട്ട് തമിഴ്നാട് താലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അവർ നമ്മുടെ പേര് അവിടെ എഴുതി വെക്കും. എന്നിട്ട് എത്ര പേരാണെന്ന് എഴുതി വെക്കും. എന്നിട്ട് ഓരോ സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് ആ എഴുതി വെച്ച ക്രമത്തിലാണ് ഇവിടെ ആളുകളെ വിളിക്കുക ചെയ്യുക. നമുക്കങ്ങനെ ഒരു സീറ്റ് കിട്ടി. നമ്മൾ ഓർഡറൊക്കെ അവരെടുത്തു. ഇനി നമുക്ക് ഫുഡ് വരണം. ആദ്യം തന്നെ ഒരു സൂപ്പ് വന്നു. സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കന്നെ നമ്മുടെ തമിഴ്നാട് താലി വന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. അതുപോലെ നല്ല വിശപ്പും ഉണ്ട്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഫ്രൈഡ് റൈസും പിന്നെ കോളിഫ്ലവറും. നമുക്കിനി ഭക്ഷണം കഴിക്കാം. നല്ല വിശപ്പുണ്ട്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കേരള സ്റ്റൈൽ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല പല കറികളും. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പുതിയ ഒരു കാര്യം ട്രൈ ചെയ്താണല്ലോ. എനിക്ക് തമിഴ് കറികൾ അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എന്നിട്ടും കുറേയൊക്കെ ഇഷ്ടമായി. പിന്നെ അവരതിന് 350 രൂപ വാങ്ങിക്കുന്നുണ്ട്. അത് കുറച്ച് ഓവറാണ്. അപ്പം നിങ്ങൾക്ക് ചെന്നൈയിൽ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ഈ ഒരു ഹോട്ടൽ സംഗീതയെന്ന് ഇവിടുത്തെ ഈ തമിഴ്നാട് താലി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ എത്തി. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.